ആ പ്രിൻസിൻ്റെ പേര് ഫെങ് സുയിഗെ എന്നാണ് എന്ന് അവൻ പറയുന്നുണ്ട്. അവൻ്റെ പേര് അങ്ങനെ തന്നെയാണെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ. അതോടെ താൻ ശത്രുവിൻ്റെ കയ്യിലാണ് വെട്ടിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. പക്ഷേ അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ സൈനികർ അവളെ വളയുന്നുണ്ട്. കൂടുതലൊന്നും പറയാൻ അവസരം നൽകാതെ അവർ അവളെ ബോധം കെടുത്തുകയും ചെയ്യുന്നു. പിന്നെ അവൻ ഷുയാങ്ങിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഈ ഷിയാവോ എങ്ങനെയാണ് അവിടെ എത്തിയതെന്നായിരുന്നു അവൻ അറിയേണ്ടത്. എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഷുയാങ് അവനോട് പറയുന്നു. അവളുടെ പരിക്കുകൾ ഇതുവരെ ഭേദമായിട്ടില്ല, അതുകൊണ്ട് അവളെ ട്രീറ്റ് ചെയ്തോട്ടെ എന്നും ഷുയാങ് ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആവശ്യമില്ലാത്തവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ മരുന്ന് വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവൻ ആ മരുന്നെല്ലാം കൂടി താഴെ എറിഞ്ഞ് കളയുന്നു. എന്നിട്ട് അവൻ ഇക്ഷിയാവയും കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അവൻ്റെ 2 ജനറൽസ് അവളെ കണ്ടെത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവർ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ എന്ന് അന്വേഷിക്കുന്നതിനായി പുറപ്പെടുന്നുണ്ട്. ഷുയേങ്ങിന് ഇങ്ങനെ ഇക്ഷിയാവോയെ അവൻ കൊണ്ടുപോകുന്നതിൽ നല്ല വിരോധമുണ്ട്. പക്ഷെ അവർക്ക് പ്രതികരിച്ച് ഒന്നും നേടാൻ സാധിക്കില്ല. പിന്നെ ആവശ്യമില്ലാതെ 2 രാജ്യങ്ങളും തമ്മിലുള്ള പോരിനിടയിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവളുടെ സർവൻറ്റും അവിടുത്തെ കാര്യസ്ഥനുമൊക്കെ അവളെ ഉപദേശിക്കുന്നുണ്ട്. ഇനി കാണിക്കുന്നത് സുഷാൻ രാജ്യത്തെ പ്രൈം മിനിസ്റ്റർ ഷെന്നിൻ്റെ വീട്ടിലെ ഒരു മെമ്മോറിയൽ സ്ഥലമാണ്. അവിടെ ഒരു നെയിം പ്ലേറ്റ് ഇല്ലാത്ത മെമ്മോറിയൽ ടാബ്ലറ്റ് കൂടി വെച്ചിട്ടുണ്ട്. അത് അയാളുടെ മകന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ആ പേര് പോലും അവിടെ വെക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കിപ്പോൾ ഇല്ല. അതിൻ്റെ കാരണമൊന്നും ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും അയാൾ അവിടെ നിൽക്കുന്ന സമയത്ത് അയാളുടെ വളർത്തു മകൻ അങ്ങോട്ടേക്ക് എത്തുന്നു. അയാളുടെ അനന്തരവൻ മിങ് അവിടെ ഓൾറെഡി ഇരിപ്പുണ്ട്. അയാളുടെ വളർത്തുമകനായ ശ്വാങ്ഹെ ഈ ഒരു സാഹചര്യത്തിലും എവിടെയൊക്കെയോ ആഘോഷങ്ങളുമായിട്ട് കറങ്ങി നടക്കുകയായിരുന്നു. അതിന് അയാൾ മകനെ വഴക്ക് പറയുന്നുണ്ട്. പിന്നെ അവൻ്റെ കാര്യത്തിൽ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള രീതിയിൽ സമാധാനിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം ഈ മിങ്ങും ശ്വാങ്ഹയും തമ്മിൽ സംസാരിക്കുമ്പോഴാണ് ശ്വാങ്ഹയാണ് സുയിഗയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ആ സൈനികരെ അയച്ച് അവനെ അറ്റാക്ക് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സുയിഗയുടെ രഥം ആ കൊക്കയ്ക്കുള്ളിലേക്ക് വീണത് കാരണം അവൻ മരിച്ചു എന്ന് കരുതിയാണ് ഇവൻ ഇത്ര ആഘോഷിക്കാനൊക്കെ പോയത്. പക്ഷേ അങ്ങനെ വീണെങ്കിലും ബോഡി കിട്ടിയിട്ടില്ലാത്ത സ്ഥിതിക്ക് മരണം ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് മിങ് പറയുന്നു. എന്നാലും ആ 300 അടി കൂടുതൽ താഴ്ചയുള്ള കൊക്കയിലേക്ക് വീണ് ആരും രക്ഷപ്പെടാൻ ഒട്ടും സാധ്യതയില്ല. അതുകൊണ്ട് അവൻ മരിച്ചിട്ട് തന്നെ ഉണ്ടാവണമെന്ന് സ്വാങ്ഹെ ഉറപ്പിക്കുകയാണ്. സുയിഗയുടെ മരണവാർത്ത ഇവിടെ എത്തിക്കഴിയുമ്പോൾ അച്ഛൻ എന്നോട് കാണിക്കുന്ന ഈ ഇഷ്ടക്കേടൊക്കെ മാറിക്കോളുമെന്നും അവൻ പ്രതീക്ഷയോടെ പറയുന്നു. സുയിഗെ ഇങ്ങനെ വഴിക്ക് വെച്ച് കൊക്കയിലേക്ക് വീണ വിവരം രാജാവിൻ്റെ അടുത്ത് എത്തുന്നുണ്ടെങ്കിലും അവനും അന്വേഷിച്ച് ആരെയും വിടാനൊന്നും രാജാവ് തയ്യാറാവുന്നില്ല. അവൻ ഈ ഒരു പരീക്ഷണങ്ങളൊക്കെ സ്വയം തരണം ചെയ്ത് വന്നില്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ എൻ്റെ മകനാവുമെന്നാണ് അയാൾ പറയുന്നത്. സുയിഗെ ഈ സമയം ഇക്ഷിയാവോയെ കൊണ്ടുപോയി നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അവളെ കണ്ടുകിട്ടിയെന്ന് പറഞ്ഞ സ്ഥലത്ത് അവൻ്റെ ആൾക്കാർ ഓൾറെഡി പോയി അന്വേഷണം നടത്തി തിരിച്ചെത്തിയിരിക്കുന്നു. പക്ഷെ അവിടെ നിന്ന് അവർക്ക് കാര്യമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ആരോ മനഃപൂർവ്വം തെളിവുകളെല്ലാം നശിപ്പിച്ചിരിക്കുന്നത് പോലെയാണ് അവർക്കറിയാൻ സാധിച്ചത്. അവിടെ നിന്ന് ആകെ ഒരു ഡെഡ് ബോഡിയാണ് കണ്ടെത്താൻ സാധിച്ചത്. അതിൽ നിന്നൊരു ടോക്കൺ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ടോക്കൺ അവർ അവനെ കാണിച്ചു കൊടുക്കുന്നു. അതിൻ്റെ ഡിസൈനും മെറ്റീരിയലും ഒക്കെ കണ്ടിട്ട് അത് ജിഷുവിലെ ആൾക്കാരുടെ തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്ന് അവർ ഊഹിക്കുന്നു. പിന്നെ ഇക്ഷിയാവോ അവിടെയുള്ള മലമുകളിൽ നിന്ന് താഴേക്ക് വീണതായിരിക്കണം. വന്ന് വീഴുന്ന കൂട്ടത്തിൽ മരക്കൊമ്പിൽ വല്ലതും തലയിടിച്ചായിരിക്കണം അവൾക്ക് ഓർമ്മക്കുറവുണ്ടായത്. പിന്നെ താഴെ വന്ന് വീണ കൂട്ടത്തിൽ ശരീരത്തിന് നല്ല രീതിയിൽ പരിക്കും പറ്റിയിട്ടുണ്ട്. മുകളിൽ വെച്ച് തന്നെ അമ്പേറ്റ് ആയിരിക്കണം വീണത് എന്നൊക്കെ ഷുയേങ് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ പോയി കണ്ടതിൽ നിന്നുമൊക്കെ കൂടി ഊഹിച്ച് ആ പോയവർ സുയിഗയെ അറിയിക്കുന്നു. പിന്നെ ഷുയേങ് പറഞ്ഞതിൽ നിന്ന് വെച്ച് അവളുടെ 5 അടി അടുത്ത് നിന്ന് തന്നെയാണ് ആരോ അവളെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഉള്ള കാര്യവും അവർ അവനെ അറിയിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ 3 ഹീറോസിൽ ഒരാളാണ് അവൾ. എന്നിട്ട് അവളെ ഇങ്ങനെ അവർ തന്നെ എന്തിനാണ് കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്നും അയാൾ പറയുന്നുണ്ട്. ഇക്ഷിയാവോയുടെ രാജ്യത്തെ ആ പ്രിൻസ് ഈ സമയം അവൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലൊക്കെ താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ച് തിരികെ കൊട്ടാരത്തിലെത്തിയിരുന്നു. അവന് അവളെ ശരിക്കും ഇഷ്ടമായിരുന്നു. ഈ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അവൻ്റെ അമ്മ അവന് സമ്മാനിച്ചിട്ടുണ്ടായിരുന്ന ഒരു വള അവൻ ഇവൾക്ക് വിവാഹ സമ്മാനമായി നൽകാൻ തുടങ്ങിയതായിരുന്നു. പക്ഷേ യുദ്ധം ജയിച്ചു വന്ന ശേഷം തനിക്കത് നൽകിയാൽ മതിയെന്ന് പറഞ്ഞ് അവൾ അത് തിരികെ അവനെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ അത് നോക്കിക്കൊണ്ട് അവൻ അവളെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അവൾ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയും അവന് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തോന്നലാണ് എന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ മനസ്സിലാവുന്നു. ഇക്ഷിയാവോയ്ക്ക് അവളുടെ ഓർമ്മകൾ എന്തെങ്കിലും തിരികെ കിട്ടുമോ എന്ന് ട്രൈ ചെയ്യുന്നതിന് വേണ്ടി സുയിഗ പറഞ്ഞതനുസരിച്ച് അവൻ്റെ ആൾക്കാർ അവളെ ഒരു ടബിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് മുക്കി ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറേ തവണ അവർ അവളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അവൻ്റെ ആ മെതേഡെക്കുറിച്ചൊക്കെ വർക്കൗട്ടായി എന്ന് തന്നെ പറയാം. അവൾക്ക് പഴയ ചില ഓർമ്മകൾ തിരികെ കിട്ടുന്നുണ്ട്. അവൾ ശരിക്കും ഒരു ഡെത്ത് വാരിയർ ആവാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ടതായിരുന്നു. ആ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളൊക്കെ ഈ സമയത്ത് അവളുടെ ഓർമ്മയിൽ തെളിയുന്നുണ്ട്. പിന്നെ ട്രെയിനിങ് ഒക്കെ പാസ്സായിട്ട് മികച്ചൊരു വാരിയറായിട്ട് ആ ആർമിയിൽ ജോയിൻ ചെയ്തതും കഴിഞ്ഞ ആ യുദ്ധത്തിൽ സുയിഗയെ ഷൂട്ട് ചെയ്തതുമൊക്കെ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. കുറേ അങ്ങനെ ടോർച്ചർ ചെയ്ത ശേഷം അവർ അവളെ നിലത്തേക്ക് എറിയുന്നു. ഈ സമയത്ത് ബാക്കിയുള്ളവരുടെ പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് സുയിഗ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇത്തവണ അവനെ കണ്ടപ്പോൾ അവൾ മറ്റൊരു രീതിയിലാണ് നോക്കിയത്. കാരണം ഓർമ്മകൾ തിരികെ കിട്ടിയതുകൊണ്ട് അവൻ എങ്ങനെയുള്ള ശത്രുവാണ് എന്നൊക്കെ അവൾക്ക് ഇപ്പോൾ നല്ല ബോധ്യമായിരിക്കുന്നല്ലോ. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് അവൾ റിയാക്ട് ചെയ്തത്. അവളുടെ ആ നോട്ടത്തിൽ നിന്ന് തന്നെ അവൾക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മ വന്നിട്ടുണ്ട് എന്ന് അവന് മനസ്സിലാവുന്നു.
അവൾക്ക് ഓർമ്മകളെല്ലാം തിരികെ കിട്ടിക്കാണും എന്ന് കരുതി ആരാണ് അവളെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾ അതിന് മറുപടി പറയുന്നില്ല. അവൾ മനഃപൂർവ്വം പറയാത്തതാണ് എന്ന് കരുതി അവൻ ആ ആരോ ഉപയോഗിച്ച് അവളുടെ നേരത്തെ ഉണ്ടായിരുന്ന മുറിവിൽ തന്നെ കുത്തി നന്നായി വേദനിപ്പിക്കുന്നുണ്ട്. എത്ര വേദനിച്ചിട്ടും അവളത് പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരു ചാൻസ് ഉണ്ടാക്കി തിരിച്ച് അവനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. കയ്യിൽ ആയുധമൊന്നുമില്ലായിരുന്നെങ്കിലും അവൾ ഒരു വിധത്തിൽ അവനെ കീഴടക്കി അവൻ്റെ കഴുത്തിന് കടിക്കുന്നുണ്ട്. അകത്തെ ബഹളം കേട്ട് പുറത്ത് നിൽപ്പുണ്ടായിരുന്ന അവൻ്റെ സൈനികർ അകത്തേക്ക് വന്ന് ഇത് കണ്ട് അവളെ കൊല്ലാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അവൻ തടയുന്നു. ഈ സമയത്ത് അവളുടെ കടി കാരണം അവൻ്റെ കഴുത്തൊക്കെ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങുന്നുണ്ട്. അവൻ സ്വന്തമായിട്ട് തന്നെ നല്ല രീതിയിൽ ഇടിച്ച് അവളെ തൻ്റെ അടുത്ത് നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. അവന് കുറേ നേരം ട്രൈ ചെയ്തതിന് ശേഷമാണ് അതിന് സാധിക്കുന്നത്. ദേഷ്യം കാരണം അവൻ അവളെ ചവിട്ടി ദൂരേക്ക് എറിയുന്നു. അപ്പോഴേക്കും അവളുടെ ബോധം പോകുന്നുണ്ട്. ആ സൈനികർ അങ്ങോട്ടേക്ക് വന്ന് അവളെ കൊല്ലാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴും അവൻ അവരെ തടയുന്നു. ഈ കഴിഞ്ഞ യുദ്ധം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല. ആ യുദ്ധത്തിൽ നമ്മൾ തോറ്റതും നിസ്സാരമായിട്ടല്ല. അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ ഇവളായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഇവളെ കൊല്ലാനായിട്ട് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവൾ തൽക്കാലം ജീവനോടെ ഇരുന്നേ പറ്റുള്ളൂ എന്ന് അവൻ പറയുന്നു. പ്രിൻസ് ജിങ്ഷിക്ക് ഈ സമയം രാജാവിൻ്റെ അടുത്ത് നിന്ന് ഒരു ഓർഡർ ലഭിക്കുന്നുണ്ട്. അതായത് സുഷയുമായിട്ടുള്ള ഈ യുദ്ധം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ രാജാവ് തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുള്ള സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സുഷയിലെ പ്രിൻസസിനെ ഇവനുമായിട്ട് വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒരു ഓർഡർ കേട്ട് ജിങ്ഷി ശരിക്കും ഷോക്കാവുന്നുണ്ട്. പക്ഷേ രാജകൽപ്പന ആയതുകൊണ്ട് അവന് നിരസിക്കാനും പറ്റില്ല. അങ്ങനെ അവൻ ആ ഓർഡർ കയ്യിൽ വാങ്ങുന്നു. സുയിഗെ ഇക്ഷിയാവോയെ ഇത്രയൊക്കെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചെങ്കിലും അവളുടെ മുറിവുകളിലൊക്കെ അവൻ തന്നെ മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവൾ ഉണരുന്നു. അവനിങ്ങനെ തൻ്റെ മുറിവിൽ മരുന്ന് വെക്കുന്നത് അവൾക്ക് അപമാനമുണ്ടാവുന്നതാണല്ലോ. അതുകൊണ്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്? എന്നെ അങ്ങ് കൊന്നുകൂടെ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടത്തിൽ ലേഡി സെർവൻസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഞാനല്ലാതെ വേറെ ആരാണ് നിനക്ക് വേണ്ടി ഇത് ചെയ്തു തരുന്നത്? ഞാനിനി കണ്ണ് കെട്ടിക്കൊണ്ട് ചെയ്യണോ? അങ്ങനെ ചെയ്താൽ എനിക്കിത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിന്നെപ്പോലെ ഒരു വാരിയർ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും അധികം കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പിന്നെ ദൈവം നിനക്കൊരു രണ്ടാം ചാൻസ് തന്നതാണ്. ഇങ്ങനെ മരിക്കുന്നതിനേക്കാൾ നിന്നെ ആരാണ് ഈ അവസ്ഥയിൽ എത്തിച്ചെന്ന് കണ്ടെത്താനല്ലേ നീ ശ്രമിക്കേണ്ടതെന്നും അവൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് നിൻ്റെ ഔദാര്യമൊന്നും വേണ്ട, എന്നെ കൊന്നേക്കാൻ അവൾ വീണ്ടും പറഞ്ഞപ്പോൾ നിന്നെ കൊല്ലാതിരിക്കാൻ ഞാൻ ഈ തീരുമാനം എടുത്തത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് നിനക്ക് മിടുക്കുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ അവനോട് പറയുന്നുണ്ട്. കില്ലർ ഗോഡായിട്ടുള്ള അവൻ്റെ ഏറ്റവും വലിയ ശത്രുവിനെ ഇങ്ങനെ ജീവനോടെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് പുറത്ത് കാവൽ നിൽപ്പുണ്ടായിരുന്ന അവൻ്റെ ജനറൽസിനും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അവൻ ആരെങ്കിലും മുറിവ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. അതിനും കാരണം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അവളെ എത്രയൊക്കെ ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നും അവർക്ക് സംശയമുണ്ട്. അത് പിന്നെ ആ യുദ്ധസമയത്ത് അവൾ എയ്ത അമ്പിന് അവൻ പകരം വീട്ടിയതായിരിക്കാൻ സാധ്യതയുണ്ട് എന്നും അവർ ചിന്തിക്കുന്നു. സുയിഗെ കൊല്ലപ്പെട്ടിട്ടില്ല, രക്ഷപ്പെട്ടു എന്നുള്ള വിവരം ഈ സമയത്ത് മിങ്ങും ഷ്വാങ്ഹയും ഒക്കെ അറിയുന്നു. അവനിങ്ങനെ ജീവനോടെ തിരിച്ചു വരുന്നത് ഇവർക്ക് പേടിയുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം കൊല്ലാൻ ശ്രമിച്ചത് തങ്ങളെങ്ങാനും ആണ് എന്ന് സുയിഗെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം പോക്കാണ്. അതുകൊണ്ട് എന്താണ് ഒരു സൊല്യൂഷൻ എന്നവർ ആലോചിക്കുന്നു. അവൻ ഇങ്ങോട്ട് വന്ന് തങ്ങളെ ആക്രമിക്കുന്നതിന് മുമ്പ് അവനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനാണ് മിങ് ഒരു സൊല്യൂഷനായി പറഞ്ഞു കൊടുക്കുന്നത്. സുയിഗയെ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അവൻ്റെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരൊക്കെ അവൻ്റെ കൂടെ ഉണ്ടല്ലോ. ഈ യുദ്ധത്തിൻ്റെ തോൽവിയുടെ ഉത്തരവാദിത്തം അവരുടെ തലയിൽ വെച്ചു കൊടുത്ത് അവരെ അപകടത്തിലാക്കിയാൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സുയിഗ തങ്ങളുടെ മുന്നിൽ വന്ന് അപേക്ഷിക്കാതിരിക്കില്ല എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അത് തന്നെ നടപ്പിലാക്കാൻ അവർ തീരുമാനിക്കുന്നുണ്ട്. സുയിഗെ അടുത്ത ദിവസം തന്നെ അവൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് യാത്ര പുറപ്പെടാൻ തീരുമാനിക്കുന്നുണ്ട്. ഇക്ഷിയാവോയെയും കൂടെ കൊണ്ടുപോകാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ യുദ്ധത്തിൽ അവരുടെ ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടിരുന്നല്ലോ. അവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും മറ്റ് സഹായങ്ങളുമൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാനും അവൻ ഓർഡർ നൽകുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അവൻ്റെ സൈനികർ മടക്കയാത്ര പുറപ്പെടുന്നു. അവനുള്ള രഥത്തിൽ തന്നെയാണ് ഇക്ഷിയാവോയും ഉള്ളത്. അവൾ മയങ്ങുന്നത് പോലെ അതിനുള്ളിൽ കിടക്കുകയാണെങ്കിലും ഇടയ്ക്ക് പെട്ടെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന കെട്ടൊക്കെ പൊട്ടിച്ചിട്ട് പെട്ടെന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ അവനത് കരുതിയിരുന്നത് പോലെ ആയിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിനെ ചേർക്കുന്നുണ്ട്. നിന്നോട് സഹതാപം തോന്നിയിട്ടൊന്നുമല്ല ഞാൻ നിന്നെ കൊല്ലാതെ കൊണ്ടുപോകുന്നത്. നിന്നെ ഷൂട്ട് ചെയ്തതും ആക്രമിച്ചതൊന്നും എൻ്റെ ആൾക്കാരല്ല, നിൻ്റെ ആൾക്കാർ തന്നെയാണ്. അതാരാണെന്ന് കണ്ടെത്തിയാൽ എനിക്കും അതുകൊണ്ട് ഉപയോഗപ്രദമാവും. നമ്മുടെ രണ്ടുപേരുടെയും ശത്രുക്കൾ ഒന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ജീവനോടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. ഇനി നീ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട എൻ്റെ ഭാഗത്തെ സൈനികരുടെ ആത്മശാന്തിക്ക് വേണ്ടി നിന്നെ കൊല്ലാനും എനിക്ക് മടിയില്ല എന്ന് അവൻ പറയുന്നു. അവനിങ്ങനെ തൻ്റെ മനസ്സ് മാറ്റാമെന്നൊന്നും വിചാരിക്കേണ്ട, എന്തായാലും താൻ അവന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നില്ല എന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷെ അവൻ അത് കാര്യമാക്കാതെ വീണ്ടും അവളുടെ കൈ കെട്ടിയിരുന്നു. ഈ സമയത്താണ് കൊട്ടാരത്തിൽ അവൻ്റെ അനിയനായിട്ടുള്ള സെക്കൻഡ് പ്രിൻസിൻ്റെ കമ്മിങ് ഓഫ് ഏജ് സെറമണി നടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നേരെ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത് അതോ അവൻ്റെ താമസ സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് അവൻ്റെ ഒരു ജനറൽ പുറത്ത് നിന്ന് ചോദിക്കുന്നത്. ഇത് കേട്ടപ്പോൾ സുയിഗയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും കൊട്ടാരത്തിലേക്ക് തന്നെ പോകാമെന്നാണ് അവൻ ഓർഡർ നൽകുന്നത്. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൈനികർക്ക് പോലും രാജാവ് ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ദേഷ്യമൊക്കെ കടിച്ചമർത്തി എല്ലാവരും മുന്നോട്ട് പോവുകയാണ്. കൊട്ടാരത്തിൽ ഈ സമയത്ത് സുയിഗയുടെ അനിയനായ ഷെങ് യാങ്ങിൻ്റെ
കമ്മിങ് ഓഫ് ഏജ് സെറമണി നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് ഇവർ ആ സിറ്റി ഗേറ്റിന് മുന്നിലെത്തുന്നത്. അവിടെ ഇവരെ വെൽക്കം ചെയ്യാനായിട്ട് ഷ്വാങ്ഹയുടെ നേതൃത്വത്തിൽ കുറച്ച് സൈനികർ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഒരു വരവേൽപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് സുഗെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. പിന്നെ എന്തിനാണ് അവർ വന്നതെന്ന് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷുക്കെ എന്ന ജനറൽ ചോദിക്കുന്നു. സുയിഗെ അവൻ്റെ 18ാമത്തെ വയസ്സ് മുതൽ യുദ്ധം ചെയ്യാൻ തുടങ്ങിയതാണ്. ഇത്രയും വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അവൻ ഒരു യുദ്ധത്തിൽ പോലും ഇതുവരെ തോറ്റിട്ടില്ല. പിന്നെ ഈ ഒരു യുദ്ധത്തിൽ ഇങ്ങനെ പരാജയപ്പെട്ടതിന് കാരണം അവൻ്റെ കൂടെയുള്ള സൈനികരിൽ തന്നെ ആരോ അവനെ ചതിച്ചതാണ് എന്ന് ഷ്വാങ്ഹെ ആരോപിക്കുന്നു. എന്നിട്ട് അവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സൈനികരെ മുഴുവനായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് താൻ വന്നിരിക്കുന്നതെന്നും പറയുന്നു. ഇത് കേട്ടപ്പോൾ ആ മുന്നിലുണ്ടായിരുന്ന ജനറൽസൊക്കെ അയാളോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നുണ്ട്. ആർക്കാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യമെന്നും ചോദിക്കുന്നു. പ്രൈം മിനിസ്റ്ററുടെ ഓർഡർ അനുസരിച്ചാണ് ഞാൻ ഈ വന്നിരിക്കുന്നതെന്ന് ഷ്വാങ്ഹെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ എതിർക്കാൻ പറ്റുന്നില്ല. അകത്തിരുന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്ന ഇക്ഷിയാവോയ്ക്കും സുഗയ്ക്ക് ഈ രാജ്യത്ത് അത്ര നല്ല സ്ഥാനമൊന്നും അല്ല ഉള്ളതെന്ന് മനസ്സിലാവുന്നുണ്ട്. സുഗയാണെങ്കിൽ ആകെ കലിപ്പായിട്ടിരിക്കുകയാണ്. ഇവരെ ഇങ്ങനെ സിറ്റി ഗേറ്റിനടുത്ത് വെച്ച് ഷ്വാങ്ഹെയും സൈനികരും കൂടി തടഞ്ഞ വിവരം രാജാവിൻ്റെ ചെവിയിലും എത്തുന്നുണ്ട്. പക്ഷേ സുഗയ്ക്ക് അവൻ്റെ സ്വന്തം സൈനികരെ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഭാവിയിൽ അവൻ ബാക്കിയുള്ളവരുടെ കാരുണ്യത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് അവൻ്റെ രീതിയിൽ തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ രാജാവ് അക്കാര്യത്തിലും പ്രത്യേകിച്ച് ഒന്നും നടപടി സ്വീകരിക്കാൻ പോകുന്നില്ല. ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പ്രൈം മിനിസ്റ്റർ മാത്രമല്ല ഓർഡർ തന്നിരിക്കുന്നത്, രാജ്ഞിയും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്കിതിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. ഇതിനെതിരെ ചോദ്യം ചെയ്യാനായിട്ട് ഇവിടെ ആർക്കാണ് ധൈര്യം എന്നൊക്കെ ഷ്വാങ്ഹെ ഈ സമയം സുഗയുടെ സൈനികർക്ക് മുന്നിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിലൊരു സ്പൈ ഉണ്ട് എന്നാണല്ലോ ഇവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് ചോദ്യം ചെയ്യാനായിട്ട് തങ്ങൾ പോവാമെന്ന് പറഞ്ഞ് ഇവരിൽ ഓരോരുത്തരായിട്ട് മുന്നോട്ട് ചെല്ലാൻ തുടങ്ങുന്നു. ഒരാൾ ചെല്ലുമ്പോൾ വേറെ ആരെങ്കിലും മുന്നോട്ട് വന്നിട്ട് ഞാൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് ഇത് ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ്. അവസാനം ഷുഗെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനറൽസിനോടും അവരുടെ ആർമറൊക്കെ ഊരി മാറ്റാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അത് മാറ്റിയിട്ട് അവിടെ നിൽക്കുന്നു. അവരുടെ എല്ലാവരുടെയും ദേഹത്ത് ഈ യുദ്ധത്തിൻ്റെ സമയത്ത് സംഭവിച്ച പരിക്കുകൾ ധാരാളമുണ്ടായിരുന്നു. അതിൽ ഓരോരുത്തരെയായിട്ട് വിളിച്ച് മുന്നിലേക്ക് നിർത്തിയിട്ട് അവർ ഓരോരുത്തരും യുദ്ധത്തിന് ചെയ്ത സംഭാവനകളെ പറ്റി അവർ പറയാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഇത്രയൊക്കെ കഷ്ടപ്പാട് സഹിച്ച് ആ യുദ്ധത്തിൽ തങ്ങളെ സപ്പോർട്ട് ചെയ്ത ഇവർ എങ്ങനെ സ്പൈ ആയി മാറും എന്ന് അവർ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഷ്വാങ്ഹെയുടെ കൂടെ ഉണ്ടായിരുന്ന സൈനികർ തന്നെ ഇവരെ അറ്റാക്ക് ചെയ്യാനായി മടിക്കുന്നു. ഇപ്പോൾ അവൻ മാത്രമാണ് ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. സുഗെ കുറേ സമയമായിട്ട് ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ ആ രഥത്തിനുള്ളിൽ തന്നെ ഇരിക്കുകയാണല്ലോ. അവസാനം അവൻ ഷ്വാങ്ഹെയെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ രഥത്തിന് പുറത്തേക്ക് ചെല്ലുന്നു. ഷ്വാങ്ഹയെക്കുറിച്ച് പേടിച്ചാണെങ്കിലും അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പ്രൈം മിനിസ്റ്ററുടെ ഓർഡർ അനുസരിച്ചാണ് ഞാനിങ്ങനെ വന്നിരിക്കുന്നതെന്നും പറയുന്നു. ഞാനത് കേട്ടില്ല, നീ കുറച്ചുകൂടി അടുത്ത് വന്ന് പറയാൻ പറഞ്ഞ് സുഗെ അവനെ കുറെ കൂടി അടുത്തേക്ക് വിളിച്ചിട്ട് അവൻ്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് അവനെ പൊക്കിയെടുത്ത് അപ്പോൾ തന്നെ കൊല്ലുന്നുണ്ട്. വണ്ടിക്കുള്ളിൽ ഇരിപ്പുണ്ടായിരുന്ന ഇക്ഷ്യാവോ പോലും ഇത് കണ്ട് ഒന്ന് ഷോക്കാവുന്നു. അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് അവൻ ഇത് ചെയ്തത്. എന്നിട്ട് സിറ്റിക്കുള്ളിലേക്ക് കയറാനായിട്ട് ഓർഡർ നൽകുന്നുണ്ട്. സിറ്റിക്കുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ സുഗെ ഇക്ഷ്യാവോയുടെ മുമ്പ് താൻ പെരുമാറിയത് കുറച്ച് ക്രൂരമായിട്ടാണെന്ന് അറിയാം. പക്ഷെ ആ സമയത്ത് അങ്ങനെയല്ലാതെ മറ്റൊരു രീതിയിലും പെരുമാറാൻ തോന്നിയില്ല. ഇനി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ശത്രുക്കളെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആലോചിച്ച് തീരുമാനിക്കാൻ പറഞ്ഞിട്ട് അവൻ തൽക്കാലം ആ രഥത്തിൽ നിന്നിറങ്ങി കുതിരപ്പുറത്താണ് കൊട്ടാരത്തിലേക്ക് പോകുന്നത്. അവൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഷുഗെ എന്ന ജനറലിനെ മാത്രമേ അവൻ കൂടെ കൊണ്ടുപോകുന്നുള്ളൂ. ഫൂവിനോട് അവൾക്ക് കാവലിരിക്കാൻ പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. ഫൂ അപ്പോൾ തന്നെ ആ വണ്ടിക്കുള്ളിലേക്ക് കയറുന്നു. ആ സമയത്ത് കയ്യിൽ കെട്ടഴിക്കാൻ അവൾ അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. അവൻ ആദ്യം മടിച്ചിരിക്കുന്നു. നിനക്കെന്നെ പേടിയായിട്ടാണോ, ഞാൻ ഓടിപ്പോകുമെന്ന് പേടിച്ചിട്ടാണോ എന്നൊക്കെ അവൾ ചോദിച്ചപ്പോൾ പിന്നെ അവൻ ആ കെട്ടഴിക്കാൻ തയ്യാറാവുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ അവിടുത്തെ തെരുവിലൂടെ പോകുന്ന സമയത്ത് മുമ്പ് ഇവളെ കൊല്ലാൻ ശ്രമിച്ച ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ആൾ അവിടെ അടുത്ത് നിൽക്കുന്നത് ഇവൾ കാണാനിടയാവുന്നു. ശരിക്കും ഇയാളെ അവൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ കയ്യിലിരിക്കുന്ന കത്തി കണ്ടപ്പോഴാണ് മുമ്പ് തന്നെ ആക്രമിച്ച ആ സംഘത്തിൻ്റെ കയ്യിലും ഇതേ കത്തി ഉണ്ടായിരുന്നല്ലോ എന്ന് അവൾക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് അവരിൽ ഒരാളായിരിക്കണം ഇത് എന്ന് അവൾ ഊഹിക്കുന്നു. അവളാണ് ആ വണ്ടിക്കുള്ളിൽ പോകുന്നതെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു. അയാൾ കുറച്ച് അപ്പുറത്തായി തന്നെ ഉണ്ടായിരുന്ന അയാളുടെ ബാക്കി ആൾക്കാരുടെ അടുത്തേക്ക് ചെന്ന് അത് അവൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. എപ്പോഴാണ് അവളെ ആക്രമിക്കുന്നതെന്ന് കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ സമയമായിട്ടില്ല, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ അയാൾ പറയുന്നു. ആദ്യം പറഞ്ഞതിൽ എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവർ സുഗയുടെ ആൾക്കാരാണ് എന്നാണ് ആദ്യം ഞാൻ കരുതിയത്. സുഗയുടെ ആൾക്കാരാണ് അവളെ അറ്റാക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ ഇത് സുഗയുടെ ആൾക്കാരല്ല, ഇവരുടെ ലീഡർ മറ്റാരോ ആണ്. സുഗെ ഈ സമയം നേരെ കൊട്ടാരം സഭയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. രാജാവ് അവനെ സമൺ ചെയ്യാതെ അവനിങ്ങനെ അവിടേക്ക് ചെല്ലുന്നത് ശരിക്കും രാജാവിനെതിരായി പ്രവർത്തിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഇവനെ കണ്ടപ്പോൾ തന്നെ രാജാവ് അത് ചോദ്യം ചെയ്യുന്നുണ്ട്. എൻ്റെ അനിയൻ്റെ കമ്മിങ് ഓഫ് ഏജ് സെറമണി ഇവിടെ നടക്കുകയല്ലേ, ആ സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നത് മോശമല്ലേ? ഞങ്ങൾ തമ്മിൽ ശത്രുതയിലാണ് എന്ന് എല്ലാവരും പറഞ്ഞ് വരത്തില്ലേ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ഇവനെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ അനിയൻ ഷെങ്യാങ്ങിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവനിങ്ങനെ പറയുക കൂടി ചെയ്തപ്പോൾ അവൻ സന്തോഷത്തോടെ ഓടി അടുത്തേക്ക് എന്നിട്ട് ചേട്ടൻ എൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന് നിൻ്റെ ബർത്ത്ഡേ അല്ലല്ലോ, പിന്നെ ഇന്നത്തെ ദിവസം തന്നെ ഇങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടി തിരഞ്ഞെടുത്തത് എന്തിനാണ് എന്ന് സുഗെ അവനോട് ചോദിക്കുന്നു. അവനും അതിനെപ്പറ്റി അറിയാമായിരുന്നില്ല. അമ്മയാണ് ഇങ്ങനെ ഒരു ഡേറ്റ് തിരഞ്ഞെടുത്തത്, ഇന്നാണ് ഈ ചടങ്ങ് നടത്താൻ നല്ല ദിവസമെന്ന് അമ്മയാണ് പറഞ്ഞത് എന്നൊക്കെ അവൻ പറയുന്നു. അവന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയില്ല. അച്ഛനെങ്കിലും അതിനെപ്പറ്റി അറിയാമോ എന്ന് സുഗെ രാജാവിനോട് ചോദിക്കുന്നു. ഇന്ന് സുഗയുടെ അമ്മയുടെ മെമ്മോറിയൽ ദിവസമാണ്.
അത് രാജാവിന് ഓർമ്മയുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിച്ചത്. പക്ഷേ രാജാവ് അത് പറയാതെ ഇന്ന് നിൻ്റെ അനിയൻ്റെ കമ്മിങ് ഓഫ് ഏജ് സെറമണി ദിവസമാണ് എന്ന് മാത്രം പറയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്നത്തെ ദിവസം ആ ചടങ്ങ് നശിപ്പിക്കേണ്ടി വരും. മറ്റൊരു ദിവസം അതിന് പകരമായിട്ട് ഞാൻ അവന് ഈ ചടങ്ങ് നടത്തി കൊടുത്തോളാമെന്ന് അവൻ പറയുന്നു. എന്നിട്ട് അനിയനോടായിട്ട് അവൻ സമ്മാനമായിട്ടൊരു വാൾ വീട്ടിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്, പോയി അത് ചെക്ക് ചെയ്യാൻ പറയുന്നു. ഷെങ്യ സന്തോഷത്തോടെ അച്ഛനോട് പെർമിഷൻ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇവൻ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് യുദ്ധത്തിൽ തോറ്റതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് രാജാവ് സുയിഗയോട് ആവശ്യപ്പെടുന്നു. നേരത്തെ സ്വാഹയെ കുത്തിയിളക്കി വിട്ടതുപോലെ ഇപ്പോൾ മിങ് മുന്നോട്ട് വന്നിട്ട് സുയിഗയുടെ സൈന്യത്തിൽ ഒരു സ്പൈ ഉണ്ട് എന്ന് തനിക്ക് സംശയമുണ്ട് എന്നുള്ള കാര്യം രാജാവിൻ്റെ മുന്നിൽ അറിയിക്കുന്നു. അയാൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടാവാൻ എന്താണ് കാരണമെന്ന് രാജാവ് ചോദിക്കുന്നുണ്ട്. സുയിഗെ ഇങ്ങോട്ടേക്ക് തിരികെ വരുന്ന വഴിക്ക് 3-4 തവണ അവന് നേരെ ആക്രമണം ഉണ്ടായി. അവൻ്റെ കൂടെയുള്ളവർക്ക് മാത്രമേ അവൻ ഏത് റൂട്ടിലൂടെയാണ് തിരികെ വരുന്നതെന്ന് അറിയുകയുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ അവന് നേരെ ആക്രമണം ഉണ്ടാവണമെങ്കിൽ അവർ തന്നെ ചതിച്ചതായിരിക്കാനല്ലേ സാധ്യത. അതുകൊണ്ട് അവൻ്റെ സൈനികരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി സോങ്ഹയെ ഒരു കൂട്ടം സൈനികരെയും ചേർത്ത് സിറ്റി ഗേറ്റിലേക്ക് അയച്ചിട്ടുണ്ട് എന്നും മിങ് പറയുന്നു. ഇക്കാര്യത്തിൽ സുയിഗയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് രാജാവ് ചോദിക്കുന്നുണ്ട്. മിങ് പറയുന്നത് ശരിയാണെന്നാണ് എനിക്കും തോന്നുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്പൈ ഉണ്ട്, പക്ഷേ അയാളെ ഞാൻ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞുവെന്ന് സുയിഗ പറയുന്നു. അപ്പോഴേക്കും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻറ്റ് ഷൂക്കെ പുറത്ത് നിന്ന് അങ്ങോട്ടേക്ക് പെർമിഷൻ ചോദിച്ചുകൊണ്ട് കയറി വരുന്നുണ്ട്. അയാളുടെ കയ്യിലൊരു ബോക്സും ഉണ്ട്. ഈ ബോക്സിലുള്ളത് പ്രൈം മിനിസ്റ്ററെ കാണിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ആ സ്പൈ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായേക്കുമെന്ന് സുയിഗ പറയുന്നുണ്ട്. അങ്ങനെ ബോക്സിലുള്ളത് പ്രൈം മിനിസ്റ്ററെ കാണിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അയാൾക്കത് കാണാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ മിങ്ങിന് ചിലപ്പോൾ താല്പര്യം കാണുമെന്ന് പറഞ്ഞ് സുയിഗ മിങ്ങിനെ മുന്നിലേക്ക് വിളിക്കുന്നു. മിങ് തന്നെ ആ ബോക്സ് തുറക്കുന്നുണ്ട്. കുറച്ച് തുറന്നപ്പോൾ തന്നെ അതിലിരിക്കുന്നത് ഷ്വാങ്ഹയുടെ തലയാണ് എന്നുകൊണ്ട് അയാൾ ഷോക്കാവുന്നു. പ്രൈം മിനിസ്റ്ററും ഇത് കണ്ട് ആകെ ഷോക്കായി പോകുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി എന്നെ കൊല്ലാൻ ശ്രമിച്ച ആ സ്പൈ ഷ്വാങ്ഹെ തന്നെയാണ് എന്ന് സിറ്റി ഗേറ്റിനടുത്ത് വെച്ച് അയാൾ സമ്മതിച്ചിട്ടുണ്ട്. അയാൾ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്നും അവൻ സമ്മതിച്ചു. അതുകൊണ്ട് ഞാൻ ആ ശിക്ഷ നടപ്പാക്കിയതാണ് എന്ന് സുയിഗ പറയുന്നു. ഞങ്ങളാരും ഇത് വിശ്വസിക്കില്ല, ഇത് അവൻ മാത്രം പറയുന്നതാണല്ലോ, അതുകൊണ്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് മിങ് പറയുന്നുണ്ട്. പക്ഷേ രാജാവ് ഇതൊന്നും അത്ര വലിയ കാര്യമല്ലാത്തതുപോലെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. സുയിഗ പ്രൈം മിനിസ്റ്ററുടെ മുന്നിലേക്ക് എന്നിട്ട് ഇവൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു കാര്യവുമില്ലാതെയാണ് ഞാൻ അവനെ കൊന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അയാളോട് ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.